ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ ഒരു കർഷക നാടാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇവളൊരു കർഷകയാണ്. ഇവരെ കൂടെ എപ്പോഴും ഈ പാടത്ത് എപ്പോൾ കൊയ്ത്തിന് വിളവെടുക്കുമ്പോഴും കൊയ്ത്തിനായാലും പച്ചക്കറി വിളവെടുക്കുമ്പോഴും നമ്മളെ MLA എന്ത് തിരക്കുണ്ടെങ്കിലും ഇവിടെ വരാറുണ്ട്. അത്രയും നല്ലൊരു MLA ആണ്. അപ്പോൾ ആ MLA ഇനിയും തുടരണമെന്നാണ് നമ്മളെ ആഗ്രഹം. പിന്നെ അവരുടെ ആ പണാധിപത്യം അതിവിടെ വിലപ്പോവില്ല. കാരണം പ്രത്യേകിച്ച് ഞങ്ങളെ ചെമ്പ്ര എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിൽ ഞങ്ങളെ വാർഡുകളിൽ അതൊരിക്കലും വിലപ്പോവില്ല. പിന്നെ സൈബർ സഖാക്കൾ നമ്മളോടൊക്കെ കുറേ ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. ഞങ്ങളങ്ങനെയാണ്, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങളെ അങ്ങനെ ആക്കും ഇങ്ങനെയൊക്കെ. അവർ പൈസ കൊണ്ട് നടക്കും. പക്ഷേ ഒരിക്കലും ഈ പൈസ കൊണ്ട് അവർ വിജയിക്കുന്ന ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. എന്തായാലും ഞങ്ങളെ MLA കുറുക്കോളി ആയിട്ട് തന്നെ ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. 5 വർഷം ചെയ്ത ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും 5 വർഷത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനിയും വീണ്ടും ഇങ്ങനെ തുടരും എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഞങ്ങളെ MLA ഒരുപാട് വികസനങ്ങൾ, സ്റ്റേഡിയത്തിൻ്റെ കാര്യമായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാനൊരു ഓട്ടോയിൽ കയറിയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, ഞാൻ താനൂരാണ്, നവാസിനെ ജയിപ്പിക്കണം, ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് അബ്ദുറഹ്മാൻക്ക് ഒരു സീറ്റ് ഇവിടെ കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ അബ്ദുറഹ്മാൻ അവിടെ 21 ആളുകളെ കൊന്നിട്ട് ആ ജീവൻ ഒരു വില ഇല്ലാതെയാണ് ഇങ്ങോട്ട് ചാടിയിട്ടുള്ളത്. ഇനി അടുത്ത തിരൂർ ആ പുഴൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബോട്ട് ഇറക്കിയിട്ട് ഇനി ഇവിടുത്തെ ആൾക്കാരെയും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനൊരിക്കലും നിങ്ങൾ വഴി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഇനിയും കാണുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം, ഒരിക്കലും അബ്ദുറഹ്മാൻ ഇവിടെ വാഴൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളത് വികസനം തന്നെ, കുറുക്കോളിൻ്റെ വികസനം തന്നെയാണ്. താനൂരിൽ നിന്ന് ഒളിച്ചോടി വന്ന ഒരു MLA നമുക്ക് ആവശ്യമില്ല. നമുക്ക് തിരൂരും ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു MLA ആണ് വേണ്ടത്. തിരൂരുള്ള വികസനങ്ങളും എണ്ണി പറയാനുണ്ട്. 5 കൊല്ലം LDF തിരൂർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഡിയം, അതേമാതിരി EMS പാർക്ക്, പിന്നെ CPM-ൻ്റെ മുതിർന്ന നേതാവായ EMS-ൻ്റെ പേരിലുള്ള പാർക്ക് പോലും അടിച്ചുപൂട്ടി ഇട്ട് UDF അധികാരത്തിൽ വന്നപ്പോൾ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. പിന്നെ MLA-നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും പിന്തുണ ഉണ്ട്. ഞങ്ങളെ കൂടെ MLA ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. ഏത് ഭരണസമിതി ആണെങ്കിലും അവരെ കൂടെയൊക്കെ MLA നിൽക്കുന്നുണ്ട്. പിന്നെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയങ്ങൾ പറഞ്ഞ് നമ്മളെ ഉണ്ണിയാൽ സ്റ്റേഡിയം അവർ വലിയ സ്റ്റേഡിയമാക്കി അത് ഇന്നും അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ജനങ്ങൾ അതൊക്കെ കാണട്ടെ. പിന്നെ നമ്മളെ വോട്ട് അപകടം ഉണ്ടായത് മന്ത്രിയുടെ ഒത്താശയോട് കൂടിയിട്ടുള്ള വോട്ടിനുള്ള ഇത് കൊടുത്തതും എല്ലാം ജനങ്ങൾ കാണുകയാണ്. മന്ത്രിക്ക് തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് തിരൂർക്ക് മന്ത്രി വന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾ തിരൂർക്കാർ തക്കതായ മറുപടി ഇവിടെ കൊടുക്കും. തുടർച്ചയാകുമ്പോൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. ഞങ്ങളൊരു 120 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. കുറുക്കോളി MLA 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. അത്രയും ധൈര്യം UDF കയറും, സംസ്ഥാനത്ത് കയറും, അധികാരത്തിൽ വരുന്നത് പറയാനുള്ള ഒരു ആത്മവിശ്വാസം എന്താ? കഴിഞ്ഞ 5 കൊല്ലത്തെ CPM-ൻ്റെ ഭരണം തന്നെയാണ് അതിന് കാരണം. നമ്മുടെ കുറുക്കോളി മൊയ്തീൻ MLA ആയി നമ്മുടെ ഭരണപക്ഷത്ത് ഉണ്ടാവുന്ന ഉറപ്പാണ്, തീർച്ചയായിട്ടും ഉറപ്പാണ്. 20,000 നമ്മളൊരു ടാർഗറ്റ്. അതൊരു 15,000 10,000 എന്തായാലും കുറയൂല എന്ന് ഉറപ്പാണ്. തിരൂർ മണ്ഡലം മാത്രം നമ്മൾ 40,000 വോട്ടിൻ്റെ ലീഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ കുറുക്കോളി മൊയ്തീൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നിഷ്കളങ്കയായൊരു മനസ്സാണ്. ക്യാഷ് കയ്യിലില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. നമുക്ക് പണാധിപത്യമല്ല വലുത്, ജനാധിപത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറുക്കോളി മൊയ്തീൻ MLA ആയി വരും. UDF തന്നെ ഭരിക്കും. കയറുമ്പോൾ ഈ രീതിയിൽ തന്നെയാണോ പ്രചരണം? ആണ്, നല്ല പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വനിതാലയ്ക്ക് ഒറ്റക്കെട്ടായി ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്രചരണത്തിന് ഇറങ്ങിയിട്ട് എനിക്ക് പിന്നെ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ 800 ചില്ലാൻ വോട്ടിന് 400 ചില്ലാൻ വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചു വന്നത്. അതേ ആ ഒരു ഇതിലാണ് നമ്മൾ ഇറങ്ങാനുള്ള ആവേശത്തിലാണ്. നാളെയും ഇന്നൊക്കെ ആയിട്ട് ഇറങ്ങണം. പക്ഷേ നാളെ മുതൽ സജീവമായിട്ട് ഇറങ്ങാനാണ്. നാളെ മറ്റന്നാൾ ലീവാണല്ലോ എല്ലാവർക്കും. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വാർഡ് മൊത്തം കവർ ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളൊരു കുടുംബത്തിൻ്റെ അംഗം പോലെ തന്നെയാണ്. ഏത് സ്ഥലത്ത് പോയാലും, മരണ വീട്ടിലായാലും കല്യാണ വീട്ടിലായാലും എവിടെയാണെങ്കിലും എത്ര ധൃതി പിടിച്ച സമയമാണെങ്കിലും ഓടിയെത്തും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളെ കുട്ടികളുടെ കാര്യത്തിനാണെങ്കിലും ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ MLA തന്നെ വരണം. ജയിക്കും തീർച്ചയായിട്ടും. പറയാൻ കാരണം നല്ല മനസ്സുള്ള ഒരാളാണ്, പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും.